തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ നമ്മൾ തീർച്ചയായും എത്തേണ്ട ഒരു മണ്ഡലമാണ് ധർമ്മടം. പ്രത്യേകിച്ചും നമ്മുടെ മുഖ്യമന്ത്രിയുടെ ജന്മസ്ഥലമായ പിണറായിയിലാണ് ഞാനുള്ളത്. ഇവിടെ ഒരുപാട് ഈ പിണറായി ജംഗ്ഷനാണ്. തെരഞ്ഞെടുപ്പ് എങ്ങനെയുണ്ട്? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞില്ല. വോട്ട് ചെയ്യാൻ പോണ്ടേ? വോട്ട് ചെയ്യാൻ പോകണല്ലോ. എങ്ങനെയുണ്ട്? പിണറായി വിജയൻ തന്നെ ഭരിക്കും. പിന്നെന്താ സംശയമുണ്ടോ? പിണറായി വേറെ ആരോട് വരണ്ട്? പിണറായി തന്നെ വരണം, ഭരിക്കുകയും ചെയ്യും. മൂന്നാം തവണ അദ്ദേഹം മൂന്നാം തവണയും വരും. ഇവിടെ എത്ര വരും ഭൂരിപക്ഷം? കഴിഞ്ഞ തവണ 50,000 ആയിരുന്നോ? അതിലും ഭൂരിപക്ഷം കൂട്ടണമെന്നുള്ളതാണ് നമ്മളെപ്പോലുള്ള ആളുകൾ ആഗ്രഹം. അദ്ദേഹം സ്ഥിരമായി ഇവിടെ ഇല്ലെങ്കിലും കുഴപ്പമില്ല, അത് നിങ്ങൾക്ക് കൂട്ടും ഭൂരിപക്ഷം. ഉറപ്പാണല്ലേ? ഉറപ്പോ. ഇലക്ഷൻ്റെ ഒക്കെ എങ്ങനെയുണ്ട് ചൂട്? ഇലക്ഷന്റെ ചൂട് നമ്മളൊന്നിനും പോലെ വോട്ട് ചെയ്യാറില്ല. അതെന്ത് പറ്റി? ചെയ്യാറുണ്ട്, വേറെ ഒന്നുമില്ല. ഇവിടെ ആര് ജയിക്കും? അതൊന്നും പറയാൻ പറ്റും. ഇവിടെ വിജയം ഭൂരിപക്ഷം കൂടുമോ? കൂടുക കുറയൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ ആൾക്കാരടുത്ത് നിൽക്കുന്നേ, നമുക്ക് അതിനെ പറ്റി അറിയാം. ഇത്തവണ എങ്ങനെയാ ഭൂരിപക്ഷം കൂട്ടുമോ ഇവിടുത്തെ MLA? ഭൂരിപക്ഷം കൂട്ടും. കഴിഞ്ഞ 50,000 കഴിഞ്ഞു. അതിനാ കാണാനുണ്ടാവും. എങ്ങനെയാ? 75 പിടിക്കും. മൂന്നാം തവണയും ഭരിക്കും. ഉറപ്പാണ്. ഉറപ്പ്. ഇവിടെ വികസനം, ക്ഷേമം ഒക്കെ. വികസനം നിങ്ങളിപ്പോ ഇതാ അവിടെ ചെന്ന് നോക്കിയാൽ മതി. ഒന്ന് ആസ്പത്രി ചെന്ന് നോക്കിയാൽ മതി, ഒന്ന് സ്കൂളിൽ ചെന്ന് നോക്കിയാൽ മതി, പിന്നെ ഒന്ന് ചേക്കോപ്പാലം ചെന്ന് നോക്കിയാൽ മതി, അത് കഴിഞ്ഞിട്ട് പാറപ്പുറം നോക്കിയാൽ മതി, ചേരിക്കൽ പാലം. ഈ പ്രദേശത്ത് തന്നെ അത്ര വികസനമുണ്ട്. ചേരിക്കൽ പാലത്തിന് മാത്രം 15 കോടി റുപ്യ, അപ്രോച്ച് റോഡും പാലവും. അതേപോലെ അണക്കെട്ട് 50 കോടിൻ്റെതാണ്. ഏത് പാറപ്പുറത്തെ ഇവിടെയില്ല കെട്ട്. എന്നാ നോക്കിയാൽ പോരെ. അപ്പോൾ അതാണ് ഭൂരിപക്ഷം 75ലേക്ക് വരും അല്ലേ? അതാണ്. എന്താ ഒരു അഭിപ്രായം? തെരഞ്ഞെടുപ്പ് എങ്ങനെയുണ്ട്? ചൂട് എങ്ങനെയുണ്ട്? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പ്രാവശ്യം സീറ്റ് വർദ്ധിക്കും. കഴിഞ്ഞ തവണ 100 പിടിച്ചിരുന്നു. ഇവിടുത്തെ ഭൂരിപക്ഷം എന്തോ? ഭൂരിപക്ഷം 60 യാസിക്കും. 60 മുകളിൽ കഴിഞ്ഞ തവണ 50 ആയിരുന്നു. 60 യാസി ഭൂരിപക്ഷം ഉണ്ടാവും. അത് മാത്രമല്ല, ആസ്പത്രി, സ്കൂള്, പിന്നെ പാലം, റോഡ്, മറ്റ് പൊതുജനങ്ങളത്, അതുപോലെ പെൻഷൻ, ഇതെല്ലാം കൊടുത്ത സർക്കാർ. അത് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന നേരത്ത് 60 റുപ്യ 600 റുപ്യ പെൻഷൻ ഉണ്ടായിട്ട് അതുവരെ കൊടുക്കാൻ കഴിയില്ല. 18 മാസം പെൻഷൻ പാടും. ഈ സർക്കാർ വന്നേരത്താണ് പൈസയെല്ലാം കൊടുത്തത്. എന്താ ഉറപ്പിച്ചു? ഈ വികസനത്തിന് തന്നെ ആയിരിക്കും വോട്ട്? വികസനത്തിന് തന്നെ. വികസന നായകനല്ലേ വിജയേട്ടൻ, അപ്പോൾ ഉറപ്പല്ലേ. എന്താ ഒരു അഭിപ്രായം അദ്ദേഹത്തിന്റെ? അത് ഇവിടെ തൊട്ടടുത്താണല്ലോ MLA ഓഫീസ്. അപ്പോൾ കാണാറും സംസാരിക്കാനൊക്കെ സാധിക്കാറുണ്ടോ? ഇല്ല, സംസാരിക്കാനും പോകില്ല. നമ്മളിവിടുന്ന് അടുത്ത വിജയേട്ടൻ തന്നെ വരിക. ഒരു അഭിപ്രായമില്ല. ഒരു അഭിപ്രായമില്ല. പുരോഗതി ഉണ്ട്. എന്താ ഒരു അഭിപ്രായം? എന്താ ഇത്തവണ ഇലക്ഷൻ എങ്ങനെയാ? ഭൂരിപക്ഷം എത്ര വരും? 60 മുകളിൽ പോകും. വോട്ട് ഇത്തവണ തുടർഭരണം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ്. ഉണ്ടാവും. എന്താ ഒരു അഭിപ്രായം തെരഞ്ഞെടുപ്പിന്റെ എന്നപ്പോൾ അഭിപ്രായം ഇടതുവശം വരും. പിന്നെ കുറേ വികസനം ഉണ്ടല്ലോ, അപ്പോൾ അത് പൂർത്തിയാക്കണ്ടേ. അപ്പോൾ വിജയൻ തന്നെ വരണ്ടേ. വരും. അദ്ദേഹം സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടാവാറില്ല, അതിന്റെ പ്രശ്നമൊന്നും ഇല്ലല്ലേ? അതിപ്പോ എന്ന് പറഞ്ഞാൽ എപ്പോൾ ഉണ്ടായിന്ന് വരൂലല്ലോ. കുറേ ആയ തിരക്കുണ്ടാവും, ഇല്ലേരോ ഇവിടെ ഉണ്ടാവും. അത്രയ്ക്ക് തെരഞ്ഞെടുപ്പ് അങ്ങനെ ഒരു അത്രയും കൂടായിട്ട് വരുന്നേനും. പിന്നെ അദ്ദേഹത്തിന്റെ മണ്ഡലമാണല്ലോ, അദ്ദേഹത്തിന് ഭൂരിപക്ഷം കൂടുമെന്നുള്ളതാണോ? അതൊന്നും എനിക്ക് നമ്മൾ പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമുക്ക് എൻ്റെ അഭിപ്രായത്തിൽ ചിലപ്പം ജയിക്കും. ഇവിടെ ജി സുധാകരൻ പറയില്ലേ, ഇവിടെ ധർമ്മടം മണ്ഡലത്തിൽ ഏത് CPM നിന്നാലും ജയിക്കും, അത് ഉറപ്പാണ്. പിന്നെ ഒരു വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിച്ചാലും ജയം തന്നെ. അതെ. വികസന പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ വികസനമൊക്കെ മോശമൊന്നുമില്ല, സർക്കാരൊന്നുമില്ല. കാരണം വെച്ചാൽ അയാൾ ഇതുവരെക്കും ഒരു മുഖ്യമന്ത്രി ചെയ്യാത്ത കാര്യങ്ങളാണ് ഇവിടെ കണ്ണൂർ മണ്ഡലത്തിൽ. നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ നമ്മൾക്ക് ഉണ്ട്, എന്നാലും കണ്ണൂർ മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം റോഡ് വികസനമൊക്കെ നന്നായിട്ടാണ്. എന്തുകൊണ്ട് ചേട്ടാ, എങ്ങനെയുണ്ട് കാര്യങ്ങൾ? സുഖം തന്നെ. ചൂട് എങ്ങനെയുണ്ട്? ചൂട്, കാലാവസ്ഥ ചൂടുണ്ട്, തെരഞ്ഞെടുപ്പ് ചൂടുണ്ട്. പിണറായിയുടെ ഭൂരിപക്ഷം കൂടണം. കൂടണം. അതാണ് ആഗ്രഹം അല്ലേ?
ഈ മൂന്നാമത് മുഖ്യമന്ത്രി ആവണം. നമ്മുടെ നാട്ടുകാരനല്ലേ. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ്? ഉഷാർ തന്നെയല്ലേ? ഉഷാറാണ്. ഓ വളരെ ഉഷാറാണ്. എന്താ ഇത്തവണ എന്ത് കണ്ടാ വോട്ട് ചെയ്യുന്നത്? എന്ത് കണ്ടെന്നോ പിണറായിക്കല്ലാതെ കേരളം ഭരിക്കാൻ കഴിയില്ല, അതിൽ യാതൊരു സംശയമില്ല. പിണറായി വിജയനല്ലാണ്ട് ഒരു കോൺഗ്രസിനും ഒരു BJPക്കും കേരളം ഭരിക്കാൻ കഴിയില്ല, അതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യങ്ങളാണ്. ഇവിടുത്തെ എല്ലാ ക്ഷേമനിധി എല്ലാ പ്രവർത്തനത്തിലും പിണറായിൻ്റെ മുന്നിൽ ഒരാൾക്കും നിൽക്കാൻ കഴിയില്ല. അത് ഇനി BD സതീശനല്ല, സുധാകരനല്ല, BJPയിൽ ആരും വന്നാലും ഭരിക്കാൻ കഴിയില്ല. മൂന്നാം തവണയും വരാതിരിക്കും 100% വരാൻ സാധ്യതയുണ്ട്. കാരണം അവർക്ക് പിണറായിയെ വിട്ടിട്ട് നിൽക്കുന്ന ഒരു ഇതല്ല ഇവിടുത്തെ പാർട്ടിക്കാർ. ഇത് പൈസയൊക്കെ എണ്ണാണല്ലോ, തെറ്റിക്കുന്നില്ല. ഇല്ല ഇല്ല, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? കാര്യങ്ങൾ അടിപൊളിയാ, അടിപൊളിയാ. മൂന്നാം തവണയും നിങ്ങളുടെ MLA തന്നെ മുഖ്യമന്ത്രിയാവും, ഉറപ്പാവും. എല്ലാ റേഷൻ കടയിലൊക്കെ കാര്യമെല്ലാം ഭക്ഷ്യധാന്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? കുഴപ്പമൊന്നുമില്ല. ഇല്ല ഇല്ല. അദ്ദേഹം കുറെ വരും ദിവസങ്ങളിൽ ഇങ്ങോട്ട് വരും, പര്യടനത്തിലൊക്കെ വരുമെന്ന് തോന്നുന്നു. വരുന്നുണ്ട്. കണ്ട് സംസാരിക്കാറൊക്കെ ഉണ്ടോ? ഉണ്ട്. വളരെ പെട്ടെന്ന് കിട്ടുന്ന ഒരാളാണല്ലേ? കുഴപ്പമില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.